CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരത് നിർമ്മാൺ പൊതുജന സമ്പർക്ക പരിപാടിക്ക് പിറവത്ത് വർണ്ണാഭമായ തുടക്കം. ഓണക്കൂർ പള്ളിപ്പടിയിൽ കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പാർട്ടി ചെയർമാൻ PC തോമസ് നിർവഹിച്ചു. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ ആരോഗ്യ സാമൂഹ്യ സ്ഥിതി പഠന റിപ്പോർട്ട് പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. ജനോറം പദ്ധതിയിൽ പൈപ്പ് ലൈൻ വിന്യസിക്കുന്നതിന്റെ ഭാഗമായി മുളന്തുരുത്തി വട്ടൂക്കുന്ന് റോഡ് വെട്ടിപ്പൊളിച്ചു. പെരുമ്പള്ളി സെന്റ് ജോർജ് സിറിയൻ സിംഹാസന പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢോജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. ഭാരത് നിർമ്മാൺ പൊതുജന സമ്പർക്ക പരിപാടിക്ക് പിറവത്ത് വർണ്ണാഭമായ തുടക്കം. കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വിപ്ലവകരമായ ക്ഷേമ പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയിലെ പിറവം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ 3 ദിവസത്തെ ഭാരത് നിർമ്മാൺ പൊതുജന സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഭരണകൂടങ്ങൾ വഴിയാണ് ജനങ്ങളിലേക്ക് വികസനം എത്തുന്നതെങ്കിലും അതിൽ 90% കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണെന്നും ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവയെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാകണമെന്നും MP തുടർന്നു. കേന്ദ്രാവിഷ്കൃത വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ഫീൽഡ് പബ്ലിസിറ്റി, പരസ്യ ദൃശ്യ പ്രചാരണ വിഭാഗം, സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ, ആകാശവാണി, ദൂരദർശൻ, പിറവം ഗ്രാമപഞ്ചായത്ത്, എറണാകുളം ജില്ലാ ഭരണകൂടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി അനൂപ് ജേക്കബിൻ്റെ ആശംസാ സന്ദേശം യോഗത്തിൽ വായിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിൽ ഓരോ പൗരനും വ്യത്യസ്തമായ പങ്കാണ് ഉള്ളത്. അതിനാൽ വികസന ആവശ്യത്തെക്കുറിച്ച് പൗരന്മാർക്ക് വ്യക്തമായ ധാരണ വേണം. ഈ അവബോധം പൗരന്മാരിൽ സൃഷ്ടിക്കുകയും നിർവഹണ തലത്തിൽ അതിൻ്റെ പ്രതികരണം എന്തെന്ന് തിരിച്ചറിയുകയുമാണ് പൊതുജന സമ്പർക്ക പരിപാടികൾ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തൻ്റെ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. രാവിലെ പിറവം കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഗംഭീര ഘോഷയാത്രയോടെ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു കെ ജേക്കബ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് പഠനത്തിൽ മികവ് പുലർത്തിയ 36 വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിളുകളുടെ വിതരണവും വിജയ ബാങ്കും യൂണിയൻ ബാങ്കും നൽകുന്ന വിദ്യാഭ്യാസ വായ്പയുടെ സമ്മതപത്ര വിതരണവും MP നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, യൂണിയൻ ബാങ്ക്, വിജയ ബാങ്ക്, കാനറ ബാങ്ക്, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്നീ ധനകാര്യ സ്ഥാപനങ്ങളാണ് സൈക്കിളുകൾ സ്പോൺസർ ചെയ്തത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അവയുടെ നടത്തിപ്പും സംബന്ധിച്ച പ്രദർശന പവലിയനുകളുടെ ഉദ്ഘാടനവും നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. പാമ്പക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി സ്റ്റീഫൻ, പാമ്പക്കട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് കൃഷ്ണൻകുട്ടി, പിറവം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP സലീം, സുഷമ രവീന്ദ്രൻ, ആകാശവാണി കൊച്ചി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഷെർലി ജെ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ AM തോമസ് സ്വാഗതവും മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ LC പൊന്നുമോൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെക്കുറിച്ച് സെമിനാർ നടന്നു. വൈകിട്ട് തിരുവനന്തപുരം ദൂരദർശനിലെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ, സർവശിക്ഷ അഭിയാൻ, BSNL, VSSC, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ 45ഓളം പ്രദർശന സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ജനസമ്പർക്ക പരിപാടി ബുധനാഴ്ച സമാപിക്കും.
ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ എന്ന് പറയുന്നത് പ്രാദേശിക സർക്കാരാണ്. എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ജനങ്ങളിലേക്ക് എല്ലാ ക്ഷേമവും വികസന പ്രവർത്തനങ്ങളും ചെന്നെത്തുന്നത് അത് 90% വികസന പ്രവർത്തനത്തിൽ നടത്തുന്നത് ഈ സർക്കാർ വഴിയാണ്, പ്രാദേശിക സർക്കാർ വഴിയാണ്. അവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ 90% അത് കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പല പേരുകളിലാണ് എന്നുള്ളത് മാത്രമാണ്. ആ പദ്ധതികൾ നേരെ സംസ്ഥാന സർക്കാർ വരുന്നു, ചിലത് നേരിട്ട് വരും. സംസ്ഥാന സർക്കാർ അത് പ്രാദേശിക സർക്കാരുമായി, ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി കാണുവാൻ കഴിയുന്നത്. പദ്ധതികളുമായി അടുത്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന രീതിയിൽ നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് പറവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന ഈ ആശയവിനിമയ നവീകരണ ജനശാക്തീകരണം എന്ന ചടങ്ങ് വളരെ ഉപയോഗപ്രദമായി തീരട്ടെ. ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രിയങ്കരായ ശ്രീ ജോസ് കെ മാണി MP ആണെങ്കിലും ഒക്കെ ഒരുപടി സഹായങ്ങൾ നമ്മുടെ പിറവത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പല പദ്ധതികൾ നടപ്പിലാക്കും. കത്തിച്ച് നോക്കാം. കത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓണക്കൂർ പള്ളിപ്പടിയിൽ കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പാർട്ടി ചെയർമാൻ PC തോമസ് നിർവഹിച്ചു. ഓണക്കൂറിൽ നിന്നും നെച്ചൂർ പാലം വഴി ഇരുമ്പനത്തേക്ക് ഹൈവേ നിലവാരത്തിൽ റോഡ് നിർമ്മിക്കണമെന്ന് പാമ്പക്കട മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസാക്കി. മണ്ഡലം പ്രസിഡന്റ് അനിൽ മോളയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജി നെടുപ്പുകാട്ടിൽ, ഷാജി ചക്കുംകുഴിയിൽ, അരുൺ പോൾ, എബിൻ തോമസ്, ബിനു കുര്യൻ, ബിജു കുടുംപുറത്തേൽ, സിനു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ മാർച്ച് 2010 ഏപ്രിൽ മാസം 30-ാം തീയതി ശ്രീ PK ജോസഫും മറ്റു ചിലരും പാർട്ടി വിട്ടു പോയപ്പോൾ അന്ന് തുടങ്ങിയ നിയമയുദ്ധം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ഡൽഹിയിൽ വളരെ ശക്തമായിട്ടുള്ള വാദഗതികൾ അടുപ്പിച്ച് പല ദിവസങ്ങൾ നടത്തിയതിനു ശേഷം കഴിഞ്ഞ ജൂൺ 11-ാം തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചതാണ് കേരള കോൺഗ്രസ് എന്ന പേര് നമുക്ക് എന്നുള്ളത്. പാർട്ടിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അവരെ സമീപിക്കുകയും അവരെ ഈ പ്രസ്ഥാനം നല്ല പള്ളിപ്പടി മാത്രം കൊടുക്കാതെ അഞ്ചപ്പെട്ടിയിലും മറ്റുള്ള പ്രദേശങ്ങളിലും വ്യാപിച്ച് പാമ്പാറുടെ എല്ലാ വാർഡുകളിലും കമ്മിറ്റികളുമായി. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ ആരോഗ്യ സാമൂഹ്യ സ്ഥിതി പഠന റിപ്പോർട്ട് പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. തുരുത്തിക്കര മറ്റപ്പള്ളിക്കാവ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. ഏറെ പ്രകീർത്തിക്കപ്പെട്ട കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ്. നമ്മൾ തുടച്ചു നീക്കിയെന്ന് അഭിമാനിച്ച പല രോഗങ്ങളും തിരിച്ചെത്തുന്നു. പല രോഗങ്ങളും പുതിയതായി ഉണ്ടാകുന്നു. പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനക്കാരാവുകയാണ്. ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിക്കുകയാണ്. ഇത്തരമൊരു അവസ്ഥയിലാണ് 10-ാം വാർഡിലെ ആരോഗ്യ സാമൂഹ്യ സ്ഥിതി വിശദമായി പഠിക്കുവാൻ തീരുമാനിച്ചത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യവകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പഠനം സംഘടിപ്പിച്ചത്. വാർഡിലെ എല്ലാ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പഠനം പൂർത്തിയാക്കിയത്. പഠനത്തിലൂടെ നമ്മുടെ പ്രദേശത്തെ ആരോഗ്യ സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ച് വിശദമായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പഠന റിപ്പോർട്ടിൻ്റെ പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വന്നിരുന്ന ഹെൽത്ത് സൂപ്പർവൈസർ ചുമതലയിൽ നിന്ന് വിരമിക്കുന്ന VM ജോണിയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ TK മോഹനൻ അധ്യക്ഷനായിരുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഡോക്ടർ PG ശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജീവിതശൈലിയും ആരോഗ്യവും എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ്സിന് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KG രാധാകൃഷ്ണൻ നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റീസ് പുത്തംവീടൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചക്രവർത്തി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സോമൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധാ രാജേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK വേലായുധൻ,
ജില്ലാ ആരോഗ്യ കൺവീനർ KD കാർത്തികേയൻ, സുരേഷ് AA എന്നിവർ സംസാരിച്ചു. പല രീതിയിലുള്ള മോഡേണൈസേഷൻ ഇന്ന് നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്ന് നമ്മൾ പല രംഗങ്ങളിലും നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നു. പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുൻപന്തിയാണ്. എങ്കിലും നമുക്ക് മാറേണ്ടതായിട്ടും വരേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നുമുണ്ട്. ജനോറം പദ്ധതിയിൽ പൈപ്പ് ലൈൻ വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായി മുളന്തുരുത്തി വട്ടുകുന്ന് റോഡ് വെട്ടിപ്പൊളിച്ചു. നാട്ടുകാരും വിവിധ രാഷ്ട്രീയ നേതാക്കളും തടയുന്നതിനായി ചെന്നെങ്കിലും ഫലം ഉണ്ടായില്ല. പദ്ധതിയുടെ ഭാഗമായി ആരക്കുന്നത്ത് പൂർത്തീകരിക്കേണ്ട ടാങ്കിൻ്റെ നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇതോടൊപ്പം തന്നെ നടക്കാവ് ഹൈവേയിൽ നിന്ന് ഇട റോഡുകളിലൂടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നിടത്തും ഇക്കാര്യത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് റോഡ് വെട്ടിപ്പൊളിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ തടയുന്നതിനായി എത്തിയിരുന്നുവെങ്കിലും വൻ പോലീസ് സന്നാഹം തന്നെ വന്നാണ് സമരക്കാരെ അറസ്റ്റ് ചെയ്തത്. 12 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മുൻ MLA MJ ജേക്കബ് സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. അനിശ്ചിതകാല സത്യാഗ്രഹവുമായി കർമ്മസമിതി രംഗത്ത് വന്നിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി കൂത്താട്ടോളം നടക്കാവ് റോഡ് വെട്ടിപ്പൊളിക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നീക്കം ഈ പ്രദേശത്തെ ജനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. കൊച്ചി നഗരത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതിന് ഈ പ്രദേശത്തെ ജനങ്ങൾ ആരും എതിരല്ല. പക്ഷേ 10,000-കണക്കിന് ജനങ്ങളും 100-കണക്കിന് വാഹനങ്ങളും നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൂത്താട്ടോളം നടക്കാവ് ഹൈവേ പൊളിച്ചുകൊണ്ടുള്ള റോഡ് പൊളിച്ചുകൊണ്ടുള്ള ഈ നീക്കം അനുവദിക്കാൻ കഴിയില്ല. ഇവിടുന്ന് വട്ടക്കുന്നിന് അപ്പുറത്തേക്ക് അവിടുത്തെ MLA മന്ത്രിയുമായിട്ടുള്ള K ബാബു ഒരു റോഡ് പോലും പൊളിക്കാതെ സ്വകാര്യ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ടാണ് അവിടെ ഈ പദ്ധതി നടപ്പാക്കുന്നത്. എന്തുകൊണ്ട് പിറവ നിയോജക മണ്ഡലത്തിൽ സ്വകാര്യ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാടത്തോടെ ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല? അപ്പം മനഃപൂർവ്വം ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അത് അനുവദിക്കുകയില്ല. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കും. ഇന്ന് ഇവിടെ ഈ പദ്ധതി ആരംഭിക്കാൻ വേണ്ടി വന്ന് തുടക്കം കുറിച്ചപ്പോൾ സ്ഥലത്തെ ബഹുമാനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പ്രദേശത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഗുണ്ടകളെ ഇറക്കി ഇതിനെ നേരിടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ചൊന്നും വരട്ടിയാലൊന്നും ഞങ്ങൾ മുന്നോട്ട് പോകില്ല. കേസ് കൊണ്ടോ മർദ്ദനം കൊണ്ടോ ഭീഷണി കൊണ്ടോ റോഡ് വെട്ടിപ്പിടിക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കുന്ന വിഷയമില്ല. അതിന്റെ മുന്നിൽ ഞങ്ങളുണ്ടാവും. ആയിരങ്ങളുടെ പ്രാർത്ഥനാ നിറവിൽ മുളന്തുരുത്തി പെരുമ്പള്ളി സെന്റ് ജോർജ് സിറിയൻ സിംഹാസന പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢോജ്വലന് തുടക്കം. ഒരു വർഷം നീളുന്ന പരിപാടികൾ ശ്രേഷ്ഠ കാതോലിക്ക അബുന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ഉദ്ഘാടനം ചെയ്തു. യാക്കോബായ സഭയുടെ തുടക്കവും വളർച്ചയും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ അനുഗ്രഹാലയമാണ് പെരുമ്പള്ളി തിരുമേനിയുടെ സ്മരണകൾ നിലനിൽക്കുന്ന സെന്റ് ജോർജ് സിംഹാസന പള്ളി എന്ന് ശ്രേഷ്ഠ ബാവ പറഞ്ഞു. ഗിവർഗീസ് മാർ അത്താനാസ്യൂസ് അധ്യക്ഷനായിരുന്നു. പാത്രിയർക്കീസ് ബാവയുടെ ആശംസാ സന്ദേശം ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചടങ്ങിൽ വായിച്ചു. ചാരിറ്റി ഫണ്ട് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രക്തദാന അംഗത്വ കാർഡ് വിതരണം മന്ത്രി അനൂപ് ജേക്കബും ഉദ്ഘാടനം ചെയ്തു. സാജു പോൾ MLA, ഗിവർഗീസ് മാർ ദിവനാസ്യൂസ്, കുര്യാക്കോസ് മാർ ദിയസ്കോറോസ്, കുര്യാക്കോസ് മാർ തെയോഫിലോസ്, മാത്യൂസ് മാർ അന്തിമോസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീസ് പുത്തംവീടൻ, സഭ വൈദിക ട്രസ്റ്റി മത്തായി പൂവന്തറ കോർപ്പിസ്കോപ്പ, ട്രസ്റ്റി മത്തായി കളരിക്കൽ, ഫാദർ റിജി കുഴിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പള്ളി തിരുമേനി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ നാടും വീടും മറ്റ് എല്ലാ ബന്ധങ്ങളും എനിക്കും ഒരു പൊക്കിൾക്കുഴി ബന്ധം പോലെ ഞാൻ ഓർക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ക്രൈസിസിലും പെരുമ്പള്ളി തിരുമേനി എനിക്ക് ഇടവും വലവും ഒരു സഹായിയായി എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള തിരുമനസ്സായി ഞാൻ കാണുകയാണ്. പെരുമ്പള്ളി തിരുമേനിയെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എത്ര വിഷമിച്ചും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒരു ജോലി ചെയ്തു തീർക്കുന്നതിന് വർക്കോളിക് എന്ന് പറഞ്ഞാൽ അതായിരിക്കും പൂർണ്ണമായ അർത്ഥത്തിലുള്ള ശരി. ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി തീർച്ചയായിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഓരോ വേളകളിലും എനിക്ക് ലഭ്യമായിരുന്നു. ഞാൻ നന്ദിയോടെ തന്നെ സ്മരിക്കട്ടെ.
പെരുമ്പള്ളി തിരുമേനിയെ കുറിച്ച് സിനിമയോടെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് സഭയിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം അതിനേക്കാളൊക്കെ മുകളിൽ സമൂഹത്തോടൊപ്പം നിന്ന് സമൂഹത്തിന് വേണ്ടി ജീവിതം സ്വയമേവ സമർപ്പിച്ച ഒരു വന്ധ്യ പിതാവായിരുന്നു അദ്ദേഹം. നമുക്ക് ഒരിക്കലും ആ ഒരു ചട്ടക്കൂട്ടിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനേറെ പണിപ്പെട്ട ഭേദഗതികൾ ചെയ്തു. സദയം എല്ലാവരും ക്ഷമിക്കണം. നേതാവായ മാർഗ്രീവോസ്തിമേനി ആ കാര്യങ്ങളിൽ എല്ലാം നിയന്ത്രിച്ചനുഗ്രഹിക്കണമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അറിയിക്കട്ടെ. നമ്മുടെ എല്ലാ തിരുമേനിമാരും എഴുന്നള്ളി വരേണ്ടതായിരുന്നല്ലോ. ഇത് നട്ടത് ഇവിടെയാണല്ലോ. സിംഹാസനത്തിന്റെ പേരിലാണെങ്കിലും ആ കീഴിലാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത്, വളരുന്നത്, വളർത്തുന്നതൊക്കെ. വെള്ളൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വനിതാ സ്വയം തൊഴിൽ പരിശീലന ക്ലാസ്സിന് തുടക്കമായി. കോട്ടയം ജില്ലാ നെഹ്റു യുവകേന്ദ്രയുടെ സഹായത്തോടെ വെള്ളൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വനിതാ യൂണിറ്റ് തയ്യൽ, എംബ്രോയിഡറി സിസ്റ്റം, സാരി പെയിന്റിംഗ് എന്നിവയുടെ തൊഴിലധിഷ്ഠിതമായ പരിശീലന ക്ലാസ് ആരംഭിച്ചു. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എം വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് കെ പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. നെഹ്റു യുവകേന്ദ്രം കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ജോമോൻ കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി വി എൻ മണിയപ്പൻ, വാർഡ് മെമ്പർ കാഞ്ചനകുമാരി, വെള്ളൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വനിതാ യൂണിറ്റ് സെക്രട്ടറി ഷെമി ഷാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പരിശീലന ക്ലാസ് നടന്നു. ഇവിടെ ചോദിച്ച 2-3 ചോദ്യങ്ങളും കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത കൂടി ഞങ്ങൾക്കുണ്ട്. പ്രസംഗിച്ച് ഈ സമയം ഞാൻ പറയുന്നത്, അതായത് നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ സ്വപ്നങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. പക്ഷേ ഈ മനസ്സിലെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും വിരിയുന്നത് സമൂഹത്തിൻ്റെ നന്മയെ കണക്കാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെ അടിയടി ഉണ്ടാകുമ്പോഴാണ് നാടിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്, നാട്ടാരുടെ വളർച്ച ഉണ്ടാകുന്നത്, രാജ്യത്തിൻ്റെ വളർച്ച തന്നെ ഉണ്ടാകുന്നത്. മിഠായിക്കുന്നം പുണ്ടരീകപുരം മഹാവിഷ്ണു ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രൊഫസർ ദേവസേന അന്തർജനം തയ്യാറാക്കിയ കൃഷ്ണാമൃതം എന്ന ചരിത്ര പുസ്തകത്തിൻ്റെ പ്രകാശനം ക്ഷേത്ര സന്നിധിയിൽ നടന്നു. പുണ്ടരീകപുരം ക്ഷേത്രമഹിമയെയും ചുവർചിത്രങ്ങളെയും കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശന കർമ്മം പുരാവസ്തു വകുപ്പിൻ്റെ മുൻ മേധാവിയും ഇപ്പോൾ തൃപ്പൂണിത്തുറ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൻ്റെ ഡീനുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഡോക്ടർ MG ശശിഭൂഷൺ താന്ത്രിക കുലപതി ബ്രഹ്മശ്രീ മനേത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ തിരുമേനിക്ക് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ പുണ്ടരീകപുരത്തപ്പൻ്റെ ഛായാചിത്രം വരച്ച കാലായിൽ അനൂപിനെയും പുണ്ടരീകപുരത്തിൻ്റെ ചരിത്രമാകുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവസേന അന്തർജനത്തെയും ആദരിച്ചു. VN നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. മനേത്താറ്റുമന പ്രകാശം തിരുമേനി, KK രാജു കൂരാപ്പള്ളിൽ, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, വിജയമ്മ ബാബു, ദേവസേന അന്തർജനം, KD ദേവരാജൻ, VN നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, അങ്ങനെ എല്ലാ അവയവങ്ങളും ഭഗവാൻ നമുക്ക് നൽകി ധാർമ്മികമായ ജീവിതം നയിക്കാൻ നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. വളരെ ചുരുക്കമാണ് ഏത് കാലത്തും. അത് പല വിധത്തിലുള്ള ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിൻ്റെ ഭാഗമായുള്ള കലാമത്സരങ്ങൾ ആരംഭിച്ചു. നാനാടം ആതുരാശ്രമം സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരളീയ യുവത്വത്തിന് അവരുടെ കലാകായിക രംഗത്തെ കഴിവുകൾ അവതരിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുവാനും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മഹാമേളയാണ് കേരളോത്സവം. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ P. ബാലചന്ദ്രൻ കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരിലാലൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് സാബു P. മണലോടി, വികസനാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK രമ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നയന മനോഹരൻ, വാർഡ് മെമ്പർമാരായ PD ജോർജ്, ഷീബ ശിവദാസ്, V. ബിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ഇടംബലം നമ്മളായി നിൽക്കാൻ ഒരു അവസരം തരാതെ
നമ്മളെ ഇങ്ങനെ വിശിഷ്ടവൽക്കരിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഇതങ്ങനെയൊന്നുമില്ല. വീട്ടിൽ നിന്നതിൻ്റെ ബാക്കി പോലെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആരും എന്നെ പരിഗണിക്കുകയോ ഒരു കസേര വേണമെന്ന് തോന്നാനൊന്നും ഇവരാരും ഒന്നും മെനക്കെടുന്ന പോലുമില്ല. അതിൻ്റെ അർത്ഥം എന്നെയും ഈ കൂട്ടത്തിൽ ഒരാളായി മാത്രമേ അവർ ആണ് എന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പാട്. കയർ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ കയർ ദിനം ആചരിച്ചു. തളർച്ചയിലായ കയർ മേഖലയുടെ ഉന്നമനത്തിനായി കയർ വികസന വകുപ്പും വൈക്കം കയർ പ്രോജക്റ്റ് ഓഫീസും സംയുക്തമായാണ് കയർ മേഖലയിലെ സഹകാരികളെയും ജീവനക്കാരെയും തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കയർ ദിനത്തിൽ സെമിനാറും ചർച്ചാ ക്ലാസും സംഘടിപ്പിച്ചത്. വൈക്കം ഗ്രാൻഡ് മാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ അബ്ദുസലാം റാവുത്തർ അധ്യക്ഷനായിരുന്നു. വൈക്കം MLA കെ അജിത് ഉദ്ഘാടനം നിർവഹിച്ചു. വൈക്കം പ്രോജക്റ്റ് ഓഫീസർ AC രത്നമ്മ, കയർ ഇൻസ്പെക്ടർ, കയർ ഫ്രണ്ട് വൈസ് പ്രസിഡന്റ് MK രമേശൻ, അക്കരപ്പാടം ശശി, CK പ്രശോഭൻ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ മറ്റ് ഇതര സംഘടനകൾക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഒരു പ്രത്യേക ദിനം ഉള്ളതുകൊണ്ട് കയർ മേഖലയിലും കയറുത്സവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു കയറിൻ്റെ ദിനം വേണമെന്ന് ദീർഘനാളുകളായി കേരളത്തിലെ കയർ മേഖല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കയർ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ചർച്ചകളിലൊക്കെ കയറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ദിനം അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചുകൊണ്ട് വിപുലമായ ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം കണ്ടെത്തിയതാണ് ഈ നവംബർ 5 എന്ന ദിവസം. തീർച്ചയായും അങ്ങനെ ഒരു ദിവസത്തിൻ്റെ ഭാഗമായി ആദ്യമായി നമുക്ക് ഒത്തുകൂടുവാനും കയർ മേഖലയുടെ പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനൊക്കെ മുൻകൈയെടുത്ത കയർ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ, ഭരണ സംവിധാനം, ഗവൺമെൻറ് എല്ലാവരെയും ഞാൻ പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു. വൈക്കം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന വിവാഹപൂർവ്വ കൗൺസിലിംഗിന്റെ സമാപന ചടങ്ങിൽ നിയുക്ത ശബരിമല മേൽശാന്തിക്ക് സ്വീകരണം നൽകി. വൈക്കം SNDP യൂണിയൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് PV ബിനേഷ് അധ്യക്ഷനായിരുന്നു. മഹാരാജ ശിവാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി MP സെൻ, വൈക്കം ദാമു മാസ്റ്റർ, PV വിവേക് എന്നിവർ സംസാരിച്ചു. അപ്പം തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. ആ മഹാഭാഗ്യം ലഭിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി 2 വാക്ക് പറയാൻ ഒരു അവസരം ലഭിച്ചു എന്ന് ഇവിടെ ഞാൻ വന്നത്. ഇന്ന് കടലിൽ യൂണിയനും മാനേജിംഗ് കൗൺസിൽ നടക്കുകയാണ്. നാളെയാണ് അത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എൻ്റെ നല്ലവരായ നാട്ടുകാരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ലഭിച്ച ഈ വലിയ സൗഭാഗ്യം നിങ്ങളുടെ എവിടെയും അനുഭവത്തോടെ 1 വർഷക്കാലം മംഗളമാക്കി തരുവാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും പറഞ്ഞ സദസ്സിൽ കുറച്ച് നേരം ഇരുന്ന് എന്നാൽ ആളുകൾ പ്രാർത്ഥിക്കുവാനും അതുവരെ നിങ്ങൾ കേരളത്തിന് വേണ്ടി എല്ലാ ദിവസങ്ങളോട് എന്നാൽ ആവുന്നില്ല പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടന്നുവരുന്ന വൈക്കത്തപ്പൻ സംഗീതോത്സവം ഭക്തിസാന്ദ്രമായി. എല്ലാ മലയാള മാസത്തിലെയും തിരുവാതിര നാളിലാണ് വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഭഗവാന് കാണിക്കയായി സംഗീത ആരാധന നടത്തുന്നത്. ഈ തിരുവാതിര നാളിൽ നടന്ന സംഗീത ആരാധനയിൽ കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻ തിരുവല്ല രാജീവ് കുമാർ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. പരിശുദ്ധ മാർ ഗ്രിഗോറിയോസ് കൊച്ചി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ പുളിക്കമാലി സെന്റ് ജോർജ് ചാപ്പലിൽ ആഘോഷിച്ചു. അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപ്പോലീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രസംഗം, ധൂപപ്രാർത്ഥന, കൈമുത്ത്, നരച്ച സദ്യ, ആശീർവാദം തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുകയും പരിശുദ്ധാത്മാ കീർത്തനങ്ങളാലും കഠിനമായ ഉദാഹരണങ്ങളാലും ദൈവിക ധ്യാനത്താലും കിടത്തി പൈതൃകം ആയുർ കെയർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന ലക്ഷ്യത്തോടുകൂടി പിറവം പിഷാരുകോവിൽ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ പുതിയതായി പണി തീർത്തിട്ടുള്ള കെട്ടിടത്തിലാണ്
പൈതൃകം ആയുർ കെയർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സകലർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപാധികളുമായി ഇന്ന് സർവ്വസാധാരണമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദ്രോഗം, വാത സംബന്ധ രോഗങ്ങൾ, നട്ടെല്ല്, ഞരമ്പ് സംബന്ധമായ തകരാറുകൾ, കരൾ, വൃക്ക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അമിതവണ്ണം, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, വിഷമേൽക്കൽ എന്നിവയ്ക്കുമുള്ള പ്രതിരോധ ചികിത്സയും എല്ലാ പ്രമുഖ ആയുർവേദ കമ്പനികളുടെ മരുന്നുകളും അതോടൊപ്പം പാരമ്പര്യമായും ആധുനികമായും പ്രാഗൽഭ്യം നേടിയ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ ചികിത്സകളും കുറഞ്ഞ ചെലവിൽ ഇവിടെ ലഭിക്കുന്നതാണ്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുരാണ ദേവസ്വം ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത പൈതൃകം ആയുർ കെയർ എന്ന സ്ഥാപനം നാൾക്കുനാൾ അതിൻ്റെ ഐശ്വര്യം, പൊതുജനങ്ങളുടെ സൗകര്യവും ചാരിക്കോവിലമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഡോക്ടർ സുമിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇത് ഉത്തരോത്തരം അതിൻ്റെ മേൽക്കുമേൽ വർദ്ധിക്കുമാറാകട്ടെ. അതിൻ്റെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ദേവിയുടെ ഈ സ്ഥാപനത്തിനുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരത് നിർമ്മാൺ പൊതുജന സമ്പർക്ക പരിപാടിക്ക് പിറവത്ത് വർണ്ണാഭമായ തുടക്കം. ഓണക്കൂർ പള്ളിപ്പടിയിൽ കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പാർട്ടി ചെയർമാൻ PC തോമസ് നിർവഹിച്ചു. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ ആരോഗ്യ സാമൂഹ്യ സ്ഥിതി പഠന റിപ്പോർട്ട് പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. ജനോളം പദ്ധതിയിൽ പൈപ്പ് ലൈൻ വിന്യസിക്കുന്നതിന്റെ ഭാഗമായി മുളന്തുരുത്തി വട്ടൂക്കുന്ന് റോഡ് വെട്ടിപ്പൊളിച്ചു. പെരുമ്പള്ളി സെന്റ് ജോർജ് സിറിയൻ സിംഹാസന പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢോജ്വല തുടക്കം. സിറ്റി ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം.